ഹലോ എസ് പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ്, നമസ്കാരം. വീഡിയോ കാണുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വടക്കഞ്ചേരി കഴിഞ്ഞ് ആലത്തൂർ റൂട്ടിൽ ഇരട്ടക്കുളത്തുനിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തെന്നിലാപുരം നേരെ പുളിങ്കോട്ടം വഴി കണ്ണമ്പ്ര പോകാം. തെന്നിലാപുരം കഴിഞ്ഞ് ഇടതുവശത്ത് ഒരു പാലം പുതിയതായി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാടൂർ പോയി ടച്ചാകുന്ന വഴിയിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി കിടക്കുന്നത്. 100 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ 8 ഏക്കർ പ്രോപ്പർട്ടി നമ്മൾ വീഡിയോയിൽ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടൻ നമ്മളെ ബന്ധപ്പെടേണ്ടതാണ്. ഇത്രയും റോഡ് ഫ്രണ്ടേജാണ്. ഈ പ്രോപ്പർട്ടിയുടെ ബോർഡറിലാണ് ഞാൻ നിന്ന് ഷൂട്ട് ചെയ്തത്. ഇനി ഫുൾ ഭാഗം കവർ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. നമ്മൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. വളരെ വിലക്കുറവിലാണ് ഈ ഭൂമി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ണമ്പ്ര വഴിക്കും വടക്കഞ്ചേരി വഴിക്കും വരാം. വടക്കഞ്ചേരിയിൽ നിന്ന് നേരെ കണ്ണമ്പ്ര റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പുളിങ്കൂട്ടം പുളിങ്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ സൈറ്റിലേക്ക് വരാം. പുതിയ പാലം കഴിഞ്ഞ് സ്ട്രൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങേ വശം ഇങ്ങേ വശമെല്ലാം റബ്ബർ തോട്ടമാണ്. ഇതൊരു നായർ കുടുംബത്തിൻ്റെയാണ്. നിറയെ അവകാശികളുള്ള ഭൂമിയാണ്. നേരത്തെ വിൽക്കാൻ വെച്ചതല്ല. ഇവരെല്ലാം പുറത്തുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് ആലോചിച്ചിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഇടതുവശത്തും റബ്ബർ തോട്ടങ്ങളാണ്. ഇതിനോട് റോട്ടിൻ്റെ ഇടതുവശത്തും റബ്ബർ തോട്ടമാണ്. നമ്മുടെ സൈറ്റിൻ്റെ വലതുവശത്തും ഇടതുവശത്തും റബ്ബർ തോട്ടമായി കിടക്കുന്നുണ്ട്. ആ തോട്ടങ്ങളുടെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഈ 8 ഏക്കർ ഭൂമി മനോഹരമായ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടി. നമ്മൾ ഇന്ന് രാവിലെ പോയി ഷൂട്ട് ചെയ്തതാണ് സുഹൃത്തുക്കളെ. വിലക്കുറവിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലത്തൂരിൽ നിന്ന് വീണ്ടും ഈ ഭാഗത്തേക്ക് പോയി അതിരാവിലെ പോയി ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ടാണ് ഇത്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഇത് എടുക്കാനോ അല്ലെങ്കിൽ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം വന്ന് കണ്ട് നാട്ടിലുള്ളവർ ആരെങ്കിലും അല്ലെങ്കിൽ വിദേശത്തുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരേക്ക് വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഗുണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റബ്ബറോ തെങ്ങോ വാഴയോ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം വെച്ച് കൊടുപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല മണ്ണാണ്, ചുവപ്പ് മണ്ണാണ്. ഞാൻ അകത്ത് പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ നിന്ന് നമുക്ക് ഗേറ്റ് വരുന്നുണ്ട്. ഈ ഗേറ്റിനോട് ചേർന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റം വരെ പോകാം. അറ്റത്ത് പോയി ഞാൻ ഷൂട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തത് മാത്രമല്ല ഓൾന്ന് ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഉടനെ ഞാൻ ഇടുന്ന ഏത് വീഡിയോ ആണെങ്കിലും ശരി ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് 8 ഏക്കറാണ്, കറക്റ്റ് 8 ഏക്കർ. നിറയെ അവകാശി നായന്മാർ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. നിറയെ അവകാശികളുള്ള ഈ ഭൂമി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് 20,000 പെർ ഏക്കറിന് ചോദിക്കുന്നത് 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാം. ഇങ്ങനെ ഒരു ഭൂമി ഇത്രയും വിലക്കമ്മയെ കിട്ടാൻ വളരെ റയറാണ്. നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്തുള്ള ആലത്തൂർ വടക്കഞ്ചേരി ഭാഗത്തുള്ള ഏകദേശം ലൊക്കേഷനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയും. ഇത്രയും റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തതിൻ്റെ അറ്റമാണ് ആ കാണുന്നത്. ഇത് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പാടൂർ പോകുന്ന വഴിയാണ്. നമ്മൾക്ക് അങ്ങോട്ട് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആലത്തൂർക്ക് പോകാൻ പറ്റിയ ഇരട്ടക്കുളം പുളിങ്കൂട്ടം കണ്ണമ്പ്ര വഴിക്ക് പോകുന്നതാണെങ്കിൽ അങ്ങനെയും പോകാം. തെന്നിലാപുരം പുതിയൊരു പാലം വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെ നിന്ന് ഇടതുവശത്തേക്ക് കയറി കഴിഞ്ഞാലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. കറക്റ്റ് സ്ക്വയർ ഇതിൽ മുൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ കുറച്ച് കോർണർ പോലെയുണ്ട്. പക്ഷേ ഫ്രണ്ടേജ് നല്ല ഫ്രണ്ടേജായി കിടക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് എന്ത് പർപ്പസിനും നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലേഔട്ട് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ലേഔട്ടിന് എടുക്കുക. അല്ലെങ്കിൽ ഗോഡൗൺ പർപ്പസിനാണെങ്കിൽ അത് ഗംഭീരമായ ഗോഡൗൺ ചെയ്യാം. വല്ല ബിസിനസ് പരമായിട്ട് എന്ത് ഗോഡൗൺ ആണെങ്കിലും വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിനെയും താന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ശരിക്കും പറയുന്ന ഒരു തോട്ടമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഉള്ളിലോട്ട് കയറി ആ അറ്റത്തുനിന്ന് മുതൽ ഷൂട്ട് ചെയ്ത് വരുന്നതാണ്. അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾക്ക് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്. ഇവിടുന്ന് നമ്മൾ ആ അറ്റത്തുനിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്ന് ഇതിന് ഫുൾ കോമ്പൗണ്ട് ഉണ്ട്. എല്ലാ ഭാഗവും കമ്പി വേലി ഇട്ടിട്ടുണ്ട്. ബോർഡർ മാറാൻ യാതൊരു കാരണവശാലും ബോർഡർ മാറാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടതുവശം വലതുവശം എല്ലാം ഞാൻ പറഞ്ഞ പോലെ റബ്ബറാണ് ഉള്ളതുകൊണ്ട്
കമ്പിവേലി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഈ കാണുന്നത്, നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. റോഡിൽ നിന്ന് കാണുമ്പോൾ അറ്റം കണ്ടു എന്ന് പറയുന്നില്ല, ഇവിടെയാണ് കോർണറിൽ ചെറുതായിട്ട് കുറച്ച് വീതി കമ്മിയായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 30-40 സെൻറ്റ് വരെയാണ് വീതി കമ്മിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം ചതുരമായി കിടക്കുന്ന ഭൂമിയാണ്. ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 100 മീറ്ററോളം ലെങ്ത്ത് മാത്രമുണ്ട് ഭൂമിയുടെ. അതേപോലെ തന്നെ 100 മീറ്ററല്ല, 150 മീറ്ററോളം സ്ട്രൈറ്റ് ലെങ്ത് ഉണ്ട്. അതേപോലെ പറഞ്ഞ പോലെ റോഡ് ഫ്രണ്ടേജും 100 മീറ്റർ റോഡ് ഫ്രണ്ടേജും. ഈ മനോഹരമായ 8 ഏക്കർ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ള സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇത് തെന്നിലാപുരം പാടൂർ റോഡിലാണ് കിടക്കുന്നത്. ഇത് മനോഹരമായിട്ടുള്ള ഈ 8 ഏക്കറിൻ്റെ വില പറയുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ്, 20 ലക്ഷം രൂപ പെർ ഏക്കറിന് ചോദിക്കുന്നുണ്ട്. പാർട്ടി നമ്മൾ എടുക്കുന്ന ആളും കൂടി നേരിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യുക എന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇതിന് വല്ല ഫാം ഹൗസ് തുടങ്ങുന്നവർക്കാണെങ്കിൽ ഒരൊറ്റ ശല്യമില്ല. 20 റുപ്യ പറയുമ്പോൾ വിലയല്ല. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അതിലും ചവിട്ടി മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് മേടിച്ച് ഫാം ഹൗസ് തുടങ്ങുന്നവർക്കാണെങ്കിൽ വിലക്കുറവായിട്ടുള്ള പാർട്ടികൾ നിറയെ ഫാം ഹൗസിന് ചോദിച്ചുകൊണ്ട് വരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലുമാണെങ്കിൽ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ, ഏറ്റവും ബാക്കിൽ ഫാമിന് തൊഴുത്തോ എല്ലാം കെട്ടി അവിടെ പശുക്കളെ വളർത്തി ഫ്രണ്ട് ഭാഗം സൈഡിലെല്ലാം പുല്ല് വളർത്തി അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ വിലക്കമ്മിയായിട്ട് കിട്ടാൻ വെച്ചിരിക്കുന്ന ഈ ഭൂമി സ്വന്തമാക്കാനാണെങ്കിൽ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ മെസ്സേജിലോ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പുറത്തുനിന്നുള്ളവരുണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2-3 പാർട്ടികൾ ചേർന്നിട്ട് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം. 8 ഏക്കർ എടുക്കുകയാണെങ്കിൽ ഇത്രയേ വിലയുള്ളൂ. അപ്പോൾ ആൾ വീതം ഓരോ ഏക്കർ 2 ഏക്കർ എടുക്കുകയാണെങ്കിൽ ഇത്രയും വില വരുന്ന ഈ ഭൂമി സ്വന്തമാക്കണമെങ്കിൽ പിന്നീട് ഗുണം ചെയ്യുന്ന ഈ ഭൂമിയാണ് ഇത്. തെന്നിലാപുരം ബേസ് ചെയ്തിട്ട് തെന്നിലാപുരം പാടൂരിൻ്റെ ഇടയിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ലൊക്കേഷൻ 8 ഏക്കർ വളരെ വിലക്കുറവിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഈ പാർട്ടികളിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പാർട്ടികളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെടുക. ഇത് എസ്.എ. പ്രോപ്പർട്ടിയിൽ ഇതേപോലത്തെ വീഡിയോകൾ വീണ്ടും വരണമെങ്കിൽ നിങ്ങൾ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്തു കാണൂ സുഹൃത്തുക്കളെ. ഓൾ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.